കൊച്ചിലെ ഇതിനേക്കാളും കൊച്ചിലെ എൻ്റെ അമ്മേനോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് മറ്റേ തണ്ണിക്കാപ്പന്നല്ലോ ഓതളങ്ങ എന്നൊക്കെ പറയുന്ന സാധനം, രഞ്ജിനി കിച്ചു മുള്ളി, ഈ രഞ്ജിനിയെടുക്ക കിച്ചു മുള്ളി എന്ന് പറയേണ്ട കാര്യം എന്താണ്? രഞ്ജിനിയെടുക്കലാണ് ആ കിച്ചുവിൻ്റെ മൂത്രസഞ്ചി ഇരിക്കുന്നത്, അല്ലെ രഞ്ജിനിയാണ് ആ കിച്ചുവിനെ ഇത്രയും കാലം വളർത്തിയത്. ആദ്യമൊന്നും ഒച്ച വന്നില്ല, പിന്നെ ഞാൻ കാറി അയ്യോ ആരും ഓടിപ്പോയോ എന്ന് പറഞ്ഞ് ഞാൻ കാർ കൂവി കരഞ്ഞ്, എനിക്ക് ശ്വാസം പോലും വിടുന്നില്ല, കരച്ചില്ല. എന്നുവെച്ചാൽ അത്രയും ട്രോമയായിപ്പോയി. കാരണം ഈ സാധനം ഞാനും അല്ലേ, അമ്മ പറഞ്ഞിട്ട് തട്ടിക്കൊണ്ട് കൊടുത്ത ഞാനല്ലേ, നീയല്ലടാ അമ്മയ്ക്ക് ചാവാനായിട്ട് തണ്ണിക്കപ്പം എടുത്തു കൊടുത്തതെന്ന് എനിക്ക് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഒന്നാലോചിച്ച്, ആ സമയത്ത് എൻ്റെ അമ്മയെ കൊല്ലാനായിട്ട് ഞാനല്ലേ ആ സാധനം എടുത്തു കൊടുത്തതെന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങളിലൂടെ പോയവൻ പ്രശ്നക്കാരനല്ലാണ്ട് എങ്ങനെ ഒരു നല്ലവനാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അതിപ്പം ഏത് പ്രായത്തിലായിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമുണ്ട്, എൻ്റെ അമ്മയ്ക്ക് അത് അറിയാം. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മ എന്നെ ചികിത്സിക്കുകയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ നോക്കുകയാണോ ചെയ്യേണ്ടത്, അതോ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? ആക്ച്വലി ഇതിപ്പോൾ ഞാൻ പറയാൻ വരുന്നത് ഈ കഴിഞ്ഞിടയ്ക്ക് ആളുകളെ കൊണ്ട് എൻ്റെ അമ്മേനെ തല്ലിക്കൊല്ലിക്കുക നോക്കിയതിനെ കുറിച്ചൊന്നുമല്ല. കൊച്ചിലെ ഇതുപോലൊരു സിറ്റുവേഷൻ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഏകദേശം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാൻ ആക്ച്വലി ഇത് പറയുമ്പം ഒരുപാട് ആൾക്കാർക്ക് ഇത് കണക്റ്റ് ആക്കാൻ പറ്റില്ല. ഇതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് കളിയാക്കൽ വരാം, ബുള്ളിങ് വരാം, ഈവൻ ഡോക്ടേഴ്സ് വരെ ഇത് വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്ത് അവർക്ക് റീച്ച് കൂട്ടാൻ നോക്കുമെന്നൊക്കെ എനിക്കറിയാം. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതോ റീച്ച് കൂട്ടാൻ നോക്കുന്നതോ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാനും കണ്ടൻറ് ക്രിയേറ്ററാണ്, അപ്പോൾ എനിക്കറിയാം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നതെന്ന്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മറ്റൊരാളെ ഇല്ലാണ്ടാക്കിയിട്ടായിരിക്കരുത് കണ്ടൻറ് ഉണ്ടാക്കുന്നത് എന്നൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ എത്ര ഉപദ്രവിക്കാൻ നോക്കിയാലും ഞാൻ നിങ്ങളെ ആരെയും ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെയും അപ്രൂവൽ മേടിക്കാനോ അല്ല ഇരിക്കുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ പറയും, ഞാൻ തന്നെ പറയണം. അല്ലാണ്ട് വേറെ ആരും എനിക്ക് വേണ്ടി വന്ന് പറയാൻ പോകില്ല. ആക്ച്വലി എൻ്റെ അമ്മ പണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോണത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ദുശീലം തുടങ്ങി. ദുശീലം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമോ ഒന്നുമല്ല, ഞാൻ അറിയാണ്ട് ചെയ്തു പോണ ഒരു മെഡിക്കൽ ഇഷ്യൂ തന്നെയായിരുന്നേ. അതായത് ഞാൻ കിടന്നു മുള്ളുമായിരുന്നു 9ാം ക്ലാസ്സിൽ പഠിക്കും. ഒന്ന് ആലോചിച്ചു, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കിടന്നു മുള്ളി പോകണതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്കറിയാം, എണീറ്റ് കഴിയുമ്പോഴത്തേക്കും അയ്യോ ഞാൻ എന്തോന്ന് ഈ കാണിച്ചത്. രാത്രി ഞാൻ വെള്ളം കുടിക്കാതെ കിടക്കുമായിരുന്നു മുള്ളാണ്ടിരിക്കാനായിട്ട്. രാത്രി മുള്ളാൻ പോയിട്ടേ കിടക്കുകയുള്ളായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ എൻ്റെ കയ്യിൽ നിന്ന് പോവും. ഞാൻ ചിലപ്പം ഞെട്ടി എണീക്കുന്നത് എനിക്ക് പേടിയാണ്, ഉറങ്ങാൻ വരെ പേടിയാണ്. കാരണം നാണക്കേടല്ലേ, എനിക്ക് തന്നെ എന്നോട് നാണക്കേടല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ശ്രമിക്കും, പക്ഷേ സ്റ്റിൽ എൻ്റെ കയ്യിൽ നിൽക്കാറില്ല, അറിയാണ്ട് മുള്ളിൽ പോവും. ഈ പറയുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാണ് കേട്ടോ. കാരണം ആ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്തെന്നുള്ളത് എനിക്ക് ഇപ്പോഴും കറക്റ്റൊരു ഇത് കിട്ടുന്നില്ല. അത്രയും ബുദ്ധിമുട്ടിലൂടെ എൻ്റെ ഉള്ളിനെ ഞാൻ പിടിച്ചു നിർത്തിയത്. മറ്റേ മാനസിക സമ്മർദ്ദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു കേട്ടോ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ മാനസിക സമ്മർദ്ദം. കാരണം ഞാൻ ചെയ്യുന്നൊരു തെറ്റ് ഞാൻ അറിഞ്ഞ് ചെയ്യുന്നതുമല്ല, പക്ഷേ എനിക്കതിൽ എന്നെ ന്യായീകരിക്കാനും പറ്റുന്നില്ല. എനിക്കത് നിർത്തണം, പക്ഷേ എന്നെക്കൊണ്ട് പറ്റണില്ല. അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു അത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എണീക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനവ് വരുമ്പോൾ എണീക്കും. എണീറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? രാത്രിയാണ്, ആരെയും വിളിച്ച് പറയാനൊന്നും പറ്റില്ല. വീട്ടിൽ അമ്മയാണെങ്കിൽ പോലും വിളിച്ച് പറയാൻ പറ്റില്ല. മുള്ളി കിടന്ന മുള്ളി എന്ന് പറയുമ്പോൾ അത് നാണക്കേട്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിലായിരുന്നു, മറ്റേ ഒരു പ്രസ് പോളിൻ്റെയൊക്കെ മറ്റേ ഷീറ്റുള്ള അങ്ങനത്തെ തടിയുള്ള കട്ടിൽ. അപ്പോൾ അതിന് പുറത്തൊരു പാ മാത്രം ഇട്ടിട്ടായിരുന്നു കിടക്കുന്നത്. ഭാഗ്യം കൊണ്ട് അന്ന് അങ്ങനെ മെത്തയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒന്നെങ്കിൽ പുതപ്പ് ഇച്ചിരിയെങ്കിലും മിച്ചമുണ്ടെങ്കിൽ ആ പുതപ്പ് പൊതിഞ്ഞ് ഞാൻ കിടക്കാൻ നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിക്കർ ഊരി മാറ്റിയിട്ട് പാ വെച്ച് പൊതിഞ്ഞ് കിടക്കും. കാരണം തണുപ്പ് കൊണ്ട് പറ്റില്ല, ഫാൻ ഓഫാക്കിയാൽ തണുപ്പാണ്. എന്നിട്ട് ഞാൻ പിന്നെ പോയിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ, എന്നുവെച്ചാൽ ഉറങ്ങാൻ പറ്റില്ല, പക്ഷേ ഉറക്കവും വരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നിട്ട് രാവിലെ എല്ലാവരും എണീക്കുന്നതിനേക്കാളും നേരത്തെ, എനിക്ക് ട്യൂഷന് പോകുന്നതിനേക്കാളും മുമ്പേ ഞാൻ എണീറ്റിട്ട് ഉടുപ്പും നിക്കറും അണ്ടർവെയർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും, പിന്നെ പുതപ്പ് ഇതെല്ലാം കഴുകും. ഒരു തുണി നനച്ചുകൊണ്ട് വന്നിട്ട്, ഈവൻ ഞാൻ ഇട്ട ഉടുപ്പോ അല്ലെങ്കിൽ ഒരു തോർത്തോ നനച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ കിടന്ന് മുള്ളി നനഞ്ഞ് വീണിട്ടുള്ള ആ സംഭവം ഉണ്ടല്ലോ കട്ടിലിൻ്റെ മേൽഭാഗം, ആ പലകയും ഞാൻ തുടയ്ക്കും. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അപ്പോൾ ഞാൻ ട്യൂഷന് പോയി കഴിയുമ്പോഴായിരിക്കും അമ്മ എണീക്കുന്നത്. ട്യൂഷന് പോയിട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് അമ്മ ഇത് കാണുമല്ലോ. അതായത്
പായ വിരിച്ചിട്ടുണ്ട്, പുതപ്പ് വിരിച്ചിട്ടുണ്ട്. തുണി ഞാൻ തന്നെ, സ്വന്തം തുണി ഞാൻ തന്നെയായിരുന്നു കഴുകുന്നത്. പക്ഷേ പായും പുതപ്പും ഒക്കെ കഴുകി ഇടുന്ന കാണുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് മനസ്സിലാവും കിടന്നുമുള്ളി. അപ്പോൾ എനിക്ക് അമ്മ ചോദിക്കും കിടന്നുമുള്ളിയായിരുന്നു. ഞാൻ പറയും അറിയാണ്ട് മുള്ളിയായിരുന്നു പറയും. അമ്മ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അപ്പുറത്തെ വീട്ടിൽ അക്കച്ചിരിക്കെ പോയി പറയും. അതും അവിടെ പോയി കുശലം പറയുന്നതല്ല, ഇവിടെ നിന്ന് വിളിച്ച് പോവും. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത സിറ്റുവേഷനാണ്. എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ആളാണ്, എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ആളാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം. അമ്മ പറയുന്നതെന്ന് വെച്ചാൽ പേരൊക്കെ ഞാൻ ചെറിയതായിട്ട് ആൾട്ടർ ചെയ്യാനാണ് പറയുന്നത്, കാരണം ആരെയും എനിക്ക് ഉപദ്രവിക്കാനൊന്നുമില്ല. രഞ്ജിനി കിച്ചു മുള്ളി. ഈ രഞ്ജിനിയെടുക്കെ കിച്ചു മുള്ളി എന്ന് പറയേണ്ട കാര്യം എന്താണ്? രഞ്ജിനിയെടുക്കലാണ് ആ കിച്ചുവിൻ്റെ മൂത്രസഞ്ചി ഇരിക്കുന്നത്. അല്ലെ രഞ്ജിനിയാണ് ആ കിച്ചുവിനെ ഇത്രയും കാലം വളർത്തിയത്? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ആ സാധനം എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നുമില്ല. എനിക്കതിന് ക്ഷമിക്കാനും പറ്റൂല. ഈവൻ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിനൊക്കെ മുമ്പാണേലും ഈ സാധനം എൻ്റെ ഉള്ളിൽ വരുമ്പോൾ എനിക്ക് അത്രയും വിഷമം ഉണ്ടായിരുന്നു. ഞാൻ അമ്മയോടൊക്കെ പറയായിരുന്നു, അമ്മ അത് ചെയ്തത് എനിക്കിപ്പോഴും ക്ഷമിക്കാൻ പറ്റില്ല, അത് മോശമായിപ്പോയി, അത് ഭയങ്കര മോശം തന്നെയാണ് എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ദേഷ്യം വരും. കാരണം അമ്മ ചെയ്ത കാര്യങ്ങളുടെ അകത്തുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്താലും അമ്മയ്ക്കത് എടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല പുള്ളിക്കാരിക്ക് ദേഷ്യം വരുമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ രഞ്ജിനി കിച്ചു മുള്ളി എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ നാണക്കേട് കൊണ്ട് എൻ്റെ മുള്ളിൽ അവിടെ നാണക്കേടൊന്നും അല്ല. അതായത് ഞാൻ നാണം കെടാൻ വേണ്ടിയിട്ടോ നാണം ഇല്ലാഞ്ഞിട്ടോ അല്ല മുള്ളി പോണത്. എൻ്റെ ഉള്ളിലുള്ള പ്രശ്നമാണ്. ആ ഒരു കൺട്രോൾ ഉറങ്ങുമ്പോഴത്തേക്കും നഷ്ടമാകുന്നു എന്നുള്ളത് അത് എൻ്റെ കയ്യിലുള്ള എൻ്റെ ഉള്ളിലുള്ള മിസ്റ്റേക്കാണത്. അപ്പോൾ അത് സൊല്യൂഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യേണ്ട എന്നെ മെഡിക്കൽ ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കണമെന്നോ അല്ലെങ്കിൽ കാണിക്കാൻ പൈസ ഇല്ലെങ്കിൽ അച്ഛൻ്റെയൊക്കെ പറഞ്ഞാൽ മതി, അച്ഛൻ പൈസ തരും. അന്ന് അച്ഛൻ കള്ളുകൂടിയൊന്നും അല്ലാത്ത സമയമാണ്, പൈസ ഇറക്കുന്ന സമയമാണ്. അപ്പോൾ അതിന് പോലും എഫേർട്ട് ഇടാണ്ട് അമ്മ ഇങ്ങനെ കളിയാക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് അച്ഛൻ്റെയൊക്കെ പറഞ്ഞിട്ട് അച്ഛനത് ഡീൽ ചെയ്യാനായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഡീൽ ചെയ്തേനെ. പക്ഷെ അമ്മ അത് അപ്പുറത്തെ വീട്ടിൽ അക്കച്ചിരിക്കെ പറഞ്ഞ്, അതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് ഗുണം? ഇപ്പോഴും എൻ്റെ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ അതുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് അന്ന് ചെയ്ത സാധനം എന്ന് വെച്ചാൽ അപ്പുറത്തെ ഇപ്പുറത്തെ ആളുകൾ സൊല്യൂഷൻ ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് ആ സാധനമാണ് അമ്മ ഇപ്പോഴും ചെയ്യുന്നത്. അതായത് എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തിക്കായിട്ട് എക്സ്ട്രാ പൈസ കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് അത് പ്രശ്നമായി. ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ മാറിപ്പോയി എന്നുള്ളതായി. മറ്റേത് ഞാൻ വളർന്നപ്പോഴത്തേക്ക് ഞാൻ മാറിപ്പോയി എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സാധനം ഇവിടെ എനിക്കത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട്, രണ്ട് സാധനവും ഞാനാണ് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടും ഞാനാണ് ഇതിൻ്റെ രണ്ടിനെയും പാത്രമായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടും എനിക്കത് കണക്റ്റ് ആവുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് പറയുമ്പോഴാണ് ഞാനും ഇതിനെ തമ്മിൽ കണക്റ്റ് ആക്കുന്നത്. അതുവരേക്കും ഞാൻ എൻ്റെ മൈൻഡിൽ പോലും കണക്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പം ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അച്ഛൻ ഇത് അറിയുന്നത്. അച്ഛൻ ഇത് അറിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ കളിയാക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് അങ്ങേരോട് ഒരു രക്ഷയില്ലാത്ത റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ. കാരണം അങ്ങേര് ഒറ്റ മനുഷ്യനെ എന്നെ ആ ഒരു ലൂപ്പിനകത്ത് നിന്ന് രക്ഷിച്ചെടുത്തത്. എന്നെ ആക്ച്വലി ആശുപത്രി പോലും കൊണ്ടുപോയില്ല, ആശുപത്രി കൊണ്ടുപോകേണ്ടായിരുന്നു ബെറ്റർ. പക്ഷേ പുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഫസ്റ്റ് സ്റ്റെപ്പ് പുള്ളി ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ ദിവസവും രാത്രി ഒരു 10-12 മണി കഴിയുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചെണീപ്പിക്കും. ഞാൻ പറയില്ല ഉറങ്ങണമെന്ന് പറഞ്ഞാലും പുള്ളി വിളിച്ചെണീപ്പിച്ചിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ മൂത്രം ഒഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പുള്ളി ഗുഡ് നൈറ്റ് പറയണത്. അപ്പം ഈ 10-12 മണി വരെ പുള്ളിയുടെ പണി വേറെ ആയിരുന്നു. അത് പുള്ളി ഹാളിലിരുന്ന് ഈ തുണ്ട് കാണലായിരുന്നു പുള്ളിയുടെ മെയിൻ ഹോബി. ആക്ച്വലി ആ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ദേഷ്യമുണ്ട്. കാരണം അതൊരു ട്രോമ പോലെയായിരുന്നു കേട്ടോ. കാരണം അമ്മയും പെങ്ങളും അപ്പുറത്തെ മുറി കിടക്കുവാണ്, അച്ഛൻ ഹാളിലിരുന്നിട്ട് ടി വി മറ്റേ CD ഒക്കെ ഇട്ടിട്ട് തുണ്ട് കാണുവാണ്. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എൻ്റെ റൂമിൽ അത് കാരണം മൂത്രമൊഴിക്കാൻ അങ്ങനെ മുട്ടിയാലും ഞാൻ അങ്ങനെ എണീറ്റ് ആ വഴി വരുത്തുമില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സത്യത്തിൽ രാത്രി മുള്ളൽ ശീലമാക്കിച്ചത് അച്ഛനാണ്. എന്തായാലും ആ കാര്യത്തിൽ അയാൾ എന്തിനിരുന്നാണെങ്കിലും എന്നോട് ചെയ്തത് ഹെൽപ്പ് തന്നെയാണ്. അപ്പുറത്തെ വീട്ടിലെ അക്കച്ചിയുടെ ഭർത്താവിനോടല്ലല്ലോ എൻ്റെ അച്ഛൻ പോയിട്ട് കിച്ചു മുള്ളി എന്ന് പറയാൻ പോയത്. അപ്പോൾ അങ്ങനെ ഡെയിലി അങ്ങനെ ശീലിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പതിയെ ഞാൻ തന്നെ എണീറ്റ് രാത്രി മൂത്രമൊഴിക്കാൻ പോകുന്ന ഒരു ശീലം തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു ലൂപ്പിനകത്ത് നിന്ന് പുറത്തിറങ്ങിയത്. പിന്നെ ഇതുപോലെ തന്നെ അമ്മ എന്നോട് ചെയ്തിട്ടുള്ള വേറൊരു തെറ്റ്, എനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത വേറൊരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ പറയണത് അമ്മയെ ജീവിക്കാൻ സമ്മതിക്കരുതെന്നോ അല്ലെ അമ്മയുടെ ജീവിതം വഷളാക്കണം എന്നുള്ളത് ഒന്നും കൊണ്ടല്ല. എന്നെ ഇപ്പോൾ എൻ്റെ അമ്മയും പെങ്ങളും കൂടെ അടിപൊളിയായിട്ട് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഒരുപാട് കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ സ്വർണ്ണേഷാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഇവരെന്നെ നല്ല രീതിയിൽ തല്ലുവിളിക്കാനും ഒക്കെ നോക്കി. മേ ബി തല്ലുവിളിച്ച് കൊല്ലിക്കാനായിരിക്കാം നോക്കിയിട്ടുള്ളത്, ഗുണ്ടകൾക്കൊക്കെ കൊട്ടേഷൻ കൊടുത്തിട്ട്. ഇനിയിപ്പം ഞാൻ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയുമോ എന്നുള്ള പേടിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പുറത്തു വരും, എൻ്റെ അമ്മയുടെ ഈ പറഞ്ഞ പോലെയുള്ള ഡാർക്ക് സൈഡുകൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് മേ ബി പുതിയ കൊട്ടേഷൻ കൊടുക്കത്തില്ല എന്നൊന്നുമില്ല. അതുപോലെ കേസിൽ പെടുത്തിയിട്ടേക്കുവാണ്. ഇത്രയും കാലം പ്രൊവൈഡ് ചെയ്തവനെയാണ് കേസിൽ പെടുത്തിയേക്കുന്നത്, അതും കള്ളക്കേസിലാണ്.
അതിനൊക്കെയുള്ള തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ടല്ലോ അവരുടെ സ്വർണ്ണം അഴിച്ചു മാറ്റാൻ നോക്കി, മറ്റേ ചെയ്യാൻ നോക്കി, മറിച്ച് ചെയ്യാൻ നോക്കി. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവരുടെ എങ്ങനെ മിച്ചം വന്നേനെ. എന്നുവെച്ചാൽ ഇത്രയും കാലവും ഞാൻ അച്ഛൻ ചിലവിനിടുന്ന പൈസ പോലും എടുത്ത് ചിലവാക്കാണ്ട് ജീവിച്ചവനാണ് ഞാൻ. അങ്ങനെ എൻ്റെ ജീവിതം മാത്രമല്ല എൻ്റെ വീട്ടുകാരുടെ ജീവിതവും എൻ്റെ പൈസയിൽ നോക്കിയവനാണ് ഞാൻ. അതുകൊണ്ടല്ലേ എൻ്റെ അച്ഛൻ കൊടുത്ത പൈസ അമ്മയുടെ കയ്യിൽ മിച്ചം വന്നത്. അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത സ്വർണ്ണം അമ്മയുടെ കയ്യിൽ മിച്ചം വന്നത്. അമ്മയുടെ കയ്യിൽ അനിയത്തിയുടെ കയ്യിലായിക്കോട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ അവർ രണ്ടും തമ്മിൽ തല്ലുണ്ടാക്കണ്ട. അവരുടെ കയ്യിൽ മിച്ചം വന്നത് അതൊക്കെ കൊണ്ടല്ലേ. ഇതിനകത്തുനിന്നും എനിക്ക് അതിനകത്തുനിന്നും ഒന്നും വേണമെന്ന് പറഞ്ഞില്ല. സ്വർണ്ണത്തിനകത്തുനിന്നോ അച്ഛൻ്റെ എഴുതി തന്നേക്കുന്ന പ്രോപ്പർട്ടിയുടെ അകത്തുനിന്നോ ഒന്നും വേണമെന്ന് പറഞ്ഞില്ല. ഒരു മകനെന്ന നിലയിൽ എനിക്ക് ചോദിക്കാം ഏത് പ്രോപ്പർട്ടിയുടെ അകത്തുനിന്ന്. പക്ഷേ എനിക്ക് അതുപോലും വേണ്ട, അതൊക്കെ അനീതിക്ക് കൊടുത്തു. എൻ്റെ ബൈക്ക് വരെ വിറ്റ് അനീതിക്ക് പൈസ കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എൻ്റെ 2.5 ലക്ഷം രൂപ, എൻ്റെ 1.36, എൻ്റെ വൈഫിൻ്റെ 1,16,000 രൂപയും കൂടെ എനിക്ക് അതും കൂടെ അവരുടെ അണ്ണാക്കിലോട്ട് തിരികാൻ സൗകര്യമില്ലാന്നുണ്ടെന്ന് വെച്ചാൽ എന്നെ മുതലാക്കുവാണെന്ന് എനിക്ക് മനസ്സിലായപ്പോഴത്തേക്കും ആ പൈസ ഞാൻ തിരിച്ചു ചോദിച്ചു. എനിക്ക് ആവശ്യം കൂടെ വന്ന സമയത്താണ്. അപ്പോൾ എനിക്ക് ഇവർ മുതലാക്കുന്നുണ്ടെന്നും പിടികിട്ടി. അപ്പോൾ എൻ്റെ പൈസ എനിക്ക് തിരിച്ച് മേടിക്കണം. അങ്ങനെ തിരിച്ച് മേടിക്കാൻ ചോദിച്ചപ്പോഴാണ് ഇത് പ്രശ്നമായി തുടങ്ങിയത്. അതായത് അതും കൂടെ അവർക്ക് വിഴുങ്ങണമായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇത് പ്രശ്നമായത്. വേറെ കാര്യം, ഇതിനേക്കാളും കൊച്ചിലെ എൻ്റെ അമ്മേനോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് മറ്റേ തണ്ണിക്കാപ്പന്നുണ്ടല്ലോ, ഓതളങ്ങ എന്നൊക്കെ പറഞ്ഞ സാധനം, ഇതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഇതിനെയൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്യുമല്ല, എൻ്റെ അനുഭവം ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇതൊന്നും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യണില്ല കേട്ടോ. ആ സാധനം എന്നെ കൊണ്ട് എടുപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിലെന്തോ പോയിട്ട് വരുന്ന വഴിയിൽ അമ്മ പറഞ്ഞ്, എടാ കിച്ചു ഇത് തട്ടിക്കൊണ്ട് വന്നു, നല്ല രസമായിരിക്കും. എനിക്കങ്ങനെ റോഡിൽ കൂടെ തട്ടിക്കൊണ്ട് നടക്കുന്ന രസമുള്ള അങ്ങനത്തെ ഒരാളൊന്നുമില്ല. ഞാൻ ഒരു സ്പോർട്സ്മാൻ ആയിട്ടുള്ള ഒരാളേ അല്ല. അപ്പോൾ അമ്മ പറഞ്ഞാൽ ഞാൻ ഒരു ചാടിക്കളിക്കട കൊച്ചിരാമായിരുന്നു കൊച്ചിലോട്ട്. അതായത് അമ്മ പറയുന്നത് എന്താണോ ആ സാധനം ഞാൻ ചെയ്യും. അങ്ങനെയായിരുന്നു കൊച്ചിലോട്ട്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അതെനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. എന്നിച്ച് അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞ സാധനം ഞാൻ ഇങ്ങനെ തട്ടിക്കൊണ്ട് വന്ന് വഴി വരെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു അതിന് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ മതിയാക്കി. ഒന്ന് ആലോചിക്കണം ഇത് മണ്ടനായിരുന്നു എന്നുള്ളത്. എന്നിട്ട് ഞാൻ കളിക്കാൻ പോയിട്ട് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വന്നപ്പോഴത്തേക്ക് അമ്മ ഷെഡിനകത്തുനിന്ന്, ഞങ്ങൾക്ക് മറ്റേ ഷെഡാണ്, ചെറ്റപ്പരയാണ്, അപ്പോൾ ഷെഡിനകത്തുനിന്ന് അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അമ്മ എന്തിനാണ് കരയുന്നതെന്ന്. ഞാൻ ചോദിച്ചാൽ എന്തുപറ്റി അമ്മ, എന്തുപറ്റി, പ്രശ്നം എന്താ? ഓൾറെഡി വഴക്കും ബഹളമൊക്കെ, അച്ഛൻ കള്ളു കുടിച്ചിട്ടുള്ള ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ ഇത് രാവിലെ അച്ഛൻ അടിക്കുന്ന സമയമല്ല. അച്ഛൻ തല്ലുന്നതും ഉപദ്രവിക്കുന്നതും നമുക്ക് തല്ലുകൊള്ളുന്നതും രാത്രി ഇറക്കി വിടുന്നതൊക്കെ ശീലമാണ്. ചോറിനകത്ത് മണ്ണ് വാരിയിടും, തുപ്പിയിടും. പുള്ളിക്കാരൻ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനകത്തേ തുപ്പിയിടുള്ളൂ. അതൊക്കെ പക്കയാണ്. പുള്ളിക്കാരൻ്റെ കാര്യം പക്കയായിട്ട് പുള്ളിക്കാരൻ ചെയ്യുമായിരുന്നു. ഇത് കൊച്ചിലാണ് കേട്ടോ. കള്ളുടിയൊക്കെ മാറുന്നതിന് മുന്നെയാണ്. കള്ളുടി മാറിക്കഴിഞ്ഞാണ് പുള്ളിക്കാരൻ എന്നെ ഹെൽപ്പ് ചെയ്ത മൂത്ര വഴി നിർത്താനായിട്ട്. ആ കാര്യത്തിൽ എനിക്ക് താങ്ക് യു മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം കേട്ടോ. ആ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് നന്ദി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കൊച്ചിലെ ഈ പറഞ്ഞ പോലുള്ള ഉപദ്രവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ചൈൽഡ്ഹുഡായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്മ കരയുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് അമ്മ ഒന്നും പറയില്ല. അമ്മച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന മറ്റേ ശർക്കര ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൈ പുറമോട്ട് മാറ്റി വെച്ചേക്കാണ്. ഈ ശർക്കരയുടെ അകത്തുനിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ തന്നിട്ട്, എനിക്ക് ഒടിച്ച് തന്നെയാണോ അതോ എന്നെ കൊണ്ട് ഒടിപ്പിച്ചാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ തന്നിട്ട് പറഞ്ഞ് പോയി കളിച്ചോളാൻ പറഞ്ഞു. അത് നിർബന്ധിച്ച് ഓടിച്ചു വിട്ട്. അപ്പോൾ അപ്പോഴും ഞാൻ മറ്റേ അമ്മയുടെ ചാടിക്കളിക്കുന്ന കൊച്ചിരാമയാണ്. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ എനിക്കെന്തോ എനിക്ക് പറ്റണില്ല. എന്താണിത് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ അമ്മച്ചി അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് ചെറ്റപ്പരയുടെ വാതിലിൽ നേരെ കയറി വന്നു കഴിഞ്ഞാൽ അമ്മ പിന്നെയും എന്താണേലും മറക്കുമെന്ന് എനിക്കറിയാം. അമ്മ എന്തുകൊണ്ടാണ് കറിയുന്നത് മനസ്സിലാവാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ താഴെ കിടന്ന്, ഇത് മറ്റേ കുരുട്ട് ബുദ്ധിയല്ല കേട്ടാ, ഇത് ബുദ്ധിയാണ്. എന്താണ് അപകടം നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടും അത് സോൾവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിയാണ് കേട്ടോ. അതുകൊണ്ട് കുരുട്ട് ബുദ്ധിയാണെന്ന് ഞാൻ പറയില്ല. ഞാൻ താഴെ കിടന്നിട്ട് താഴത്തോട് ഇങ്ങനെ തല വെച്ചിട്ട് എത്തി നോക്കി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നോക്കിയാൽ അമ്മേനെ കാണും. താഴത്ത് വരുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ നോക്കിയാലും ആരും കാണുന്നില്ല, നോക്കിയാലും ആ ഉപദ്രവം ഞാൻ കാണുന്ന അമ്മയ്ക്ക് കാണാൻ പറ്റില്ല. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അമ്മയുടെ കയ്യിൽ ഈ സാധനം ഇരിക്കുക. പച്ച കളറാണ് ഈ സാധനത്തിന്. ഇത് ഉണങ്ങിയൊരു സാധനമായിരുന്നു എന്നെ കൊണ്ട് തട്ടിക്കൊണ്ട് പരീക്ഷിച്ചത്. അപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ ഈ സാധനം ഇരിക്കുന്നത്, എൻ്റെ പൊന്നോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ കാറി ചുമ്മാ അവിടെ നിന്ന് ആദ്യമൊന്നും ഒച്ച വന്നില്ല. പിന്നെ ഞാൻ കാറി അയ്യോ ആരും ഓടിവായോ എന്ന് പറഞ്ഞ് ഞാൻ കാറ് കൂവി. അപ്പം അച്ചാമ്മയൊക്കെ അച്ഛൻ്റെ സൈഡായിരുന്നു. അതായത് അച്ഛൻ ഞങ്ങൾ ഉപദ്രവിക്കുന്നതും അച്ഛൻ കള്ളു കുടിക്കുന്നതൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു. അതായത് അമ്മായിയമ്മ പോരൊക്കെ ഞാൻ കണ്ടു തുടങ്ങി എൻ്റെ അച്ചാമ്മ എടുക്കുന്നത്. അപ്പോൾ അത്രയും ഉപദ്രവം കൊണ്ടൊരാളായതുകൊണ്ട് അതുകൊണ്ടാണ് എൻ്റെ അമ്മ ചാവാൻ നോക്കിയത്. അപ്പം അമ്മായിയമ്മ പോരും ഭർത്താവിൻ്റെ ഉപദ്രവം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മ അങ്ങനെ ആവത്തില്ലെന്ന് ഞാൻ വിചാരിച്ചതും മിസ്റ്റേക്കായിപ്പോയി. അതായത് ലൂപ്പിൽ കിടക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചെറ്റകളായി മാറുന്നത്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നാളെ ഒരു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാനൊരു ചെറ്റയായി പോരുമെന്നുള്ള ഞാൻ ശീലിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിലൂടെ ഞാൻ ആ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എങ്ങനെ ഡീൽ ചെയ്തെന്നുള്ളതൊക്കെ ഞാനിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കയ്യിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നൊക്കെ ഉള്ളത് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഞാൻ ചെയ്യുന്ന എല്ലാം ശരിയാണെന്നില്ല. ഞാനൊരു മനുഷ്യനാണ്, സാധാരണ മനുഷ്യൻ മാത്രമേ. ഞാൻ ചെയ്യുന്നതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലുള്ള കുടുംബ അന്തരീക്ഷങ്ങളും കുട്ടിക്കാലവും ഒക്കെ മോശമൊക്കെ ആയതിൻ്റെ ഒരുപാട് മിസ്റ്റേക്കുകൾ എൻ്റെ കയ്യിൽ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ എന്നെ ഒരു നല്ല മനുഷ്യനായിട്ടോ ഒരു നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളായിട്ടോ ഞാൻ പറയൂല. പിന്നെ എന്നിട്ട് അപ്പം ആൾക്കാരൊക്കെ വന്ന് അപ്പോൾ അച്ചാമ്മ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു കൊടുത്ത് വെച്ചാൽ ഞാൻ ഇതേ അവിടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്കാരിയൊക്കെ പോയി നോക്കിയപ്പോൾ അമ്മയുടെ കയ്യിൽ സാധനം ഇരിക്കുകയാണ്. അവിടെ താഴെ കണ്ട അമ്മച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് മറ്റേ സാബു ചേട്ടനൊക്കെ വന്നിട്ട് ഒരു ഓട്ടോക്കാരൻ സാബുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരനൊക്കെ വന്ന് ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് അന്ന് വല്യച്ഛനും പുള്ളിക്കാരനും കൂടെ കണ്ട ആശുപത്രി അമ്മയെ കൊണ്ടുപോയത്. അപ്പം ആ സമയത്ത് ഞാൻ അച്ചാമ്മയുടെ തോർത്തിൽ, അതായത് മുണ്ടും ബ്ലൗസും തോർത്തും കണ്ട പുള്ളിക്കാരി ഇട്ടേക്കുന്നതെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. പുള്ളിക്കാരുടെ മുണ്ടും ഒക്കെ ഞാൻ എൻ്റെ പോയിന്നൊക്കെ തുപ്പലും എന്ന് വെച്ചാൽ കരഞ്ഞ് എനിക്ക് ശ്വാസം പോലും വിടുന്നില്ല, കരച്ചില്ല. എന്ന് വെച്ചാൽ അത്രയും ട്രോമയായിപ്പോയി. കാരണം ഈ സാധനം ഞാനും അല്ലേ, അമ്മ പറഞ്ഞിട്ട് തട്ടിക്കൊണ്ട് കൊടുത്ത ഞാനല്ലേ. അങ്ങനെ വായിൽ നിന്നൊക്കെ തുപ്പലൊക്കെ ഒലിച്ച് അച്ചാമ്മയുടെ മുണ്ടിലും ഒക്കെ തുപ്പലൊക്കെ ആയി. പുള്ളിക്കാരനെ ആശ്വസിപ്പിച്ച് അവർ കുടുംബ വീട്ടിൽ കൊണ്ടിരുത്തി. അപ്പം ഞങ്ങൾ മറ്റേ ചെറ്റപ്പരയിലാണ്, കുടുംബ വീടല്ല. അപ്പോൾ കുടുംബ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോയി. അങ്ങനെ പിന്നെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വന്ന്. അപ്പം ഈ സാധനത്തിൽ ആ സമയം തൊട്ട് എന്നെ ആളുകൾ കളിയാക്കിക്കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറം ഒരു അച്ചാച്ചനൊക്കെ ഉണ്ടായിരുന്നു. അച്ചാച്ചൻ എന്ന് വെച്ചാൽ അയാൾ അങ്ങനെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. പ്രായമൊക്കെ ഉള്ള ഒരാളാണ്. നമുക്ക് കുടുംബത്തിന് അത്യാവശ്യം ഒരുപാട് സഹായമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത്, എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ചോദിക്കുമായിരുന്നു, കിച്ചു നീയല്ലടാ, അമ്മ പറഞ്ഞിട്ട് നീയല്ലടാ അമ്മയ്ക്ക് ചാവാനായിട്ട് തണിക്കപ്പം എടുത്തു കൊടുത്തതെന്ന് എനിക്ക് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഒന്നാലോചിച്ച് ആ സമയത്ത് എൻ്റെ അമ്മയെ കൊല്ലാനായിട്ട് ഞാനല്ലേ ആ സാധനം എടുത്തു കൊടുത്തതെന്നാണ് എനിക്ക് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരം ഉണ്ടാക്കിയതാരെ എൻ്റെ അമ്മയല്ലേ. അതായത് ഇപ്പോൾ മരിച്ചു പോയിരുന്നെങ്കിൽ, ഇപ്പോൾ അമ്മ പറഞ്ഞിട്ട് ഞാൻ ആ വഴിക്ക് പോയിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച്, ആ വഴിക്ക് ഞാൻ കളിക്കാൻ പോയിരുന്നു, ആ ശർക്കരയും തിന്നുകൊണ്ട് ഞം തിന്നുകൊണ്ട് പോയിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയെ കൊന്നവനാ, അല്ലെ അമ്മ ചാവാനായിട്ട് ഇട്ട് കൊടുത്തവനാ, ആ സാധനവും കൂടെ എടുത്തു കൊടുത്തവനാ. അമ്മ പറഞ്ഞിട്ടാണെങ്കിലും സാധനം എടുത്തു തട്ടിക്കൊണ്ട് കൊടുത്തത് അമ്മ പറഞ്ഞിട്ടാണ്, ഈ ശർക്കര തിന്നുകൊണ്ട് കളിക്കാൻ പോയത് അമ്മ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഓൾറെഡി ഉള്ള മെൻ്റൽ പ്രോബ്ലംസ് മാത്രമല്ല, ഞാൻ മുഴുവട്ടനായി പോയേനെ, അല്ലെങ്കിൽ ഞാൻ വേറൊരു ആൻറ്റി സോഷ്യൽ എലമെൻ്റ് ആയി പോയേനെ. ഇപ്പോൾ ഞാൻ പണ്ട് തൊട്ടേ ഞാൻ അമ്മയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അമ്മ സത്യത്തിൽ ഈ കള്ളുകൂടിനെ കെട്ടുന്ന കാര്യമുണ്ടെന്ന്. പക്ഷേ അതിനകത്ത് അമ്മയുടെ കയ്യിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. കാരണം അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് സ്ത്രീധനമോ കാര്യങ്ങളൊന്നും ഒരുപാട് ഇല്ലാഞ്ഞുകൊണ്ട്, സ്ത്രീധനം കൊടുത്തു പക്ഷേ ഒരുപാട് ഇല്ലാഞ്ഞുകൊണ്ട് ഒരു കള്ളുകൂടിനെയാണ് കിട്ടിയത്. പിന്നെ ചോദിക്കാനും പറയാനൊന്നും വലിയ ആൾക്കാരൊന്നും അമ്മയ്ക്കില്ലാഞ്ഞുകൊണ്ട് ഈ ആളുടെക്കിലാണ് എത്തിപ്പെട്ടത്. പക്ഷേ ഈ കള്ളുകൂടിയനിൽ 2 മക്കളുണ്ടായിപ്പോയി കഴിയുമ്പോൾ ഇപ്പം അതിനകത്ത് ഞാൻ അമ്മയൊന്നും കുറ്റമൊന്നും പറയത്തില്ല. കാരണം നമുക്കറിയില്ല ഇപ്പോൾ മാരിറ്റൽ റേപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ സംഭവമൊന്നുമല്ല. അതൊക്കെ ഇപ്പോഴാണ് ചെറുതായിട്ടെങ്കിലുമൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പം 2 മക്കളുണ്ടായി പോയി കഴിഞ്ഞാൽ ആ മക്കളെ അവന് ഇട്ടേച്ച് കൊടുത്തിട്ട് ചാവാൻ നോക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണേ ഞങ്ങളെ കൂടെ കൊന്നിട്ടല്ലായിരുന്നു അത് നോക്കേണ്ടിയിരുന്നത്. അല്ലാതെ ഞങ്ങളവിടെ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആര് നോക്കുമെന്നാ? അച്ചാമ്മ സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് ഒരു ഇതായിരുന്നു. പക്ഷേ ഞങ്ങളുടെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ കള്ളു കുടിക്കുന്നതും വീട്ടിൽ തല്ലുണ്ടാക്കുന്നതും ഞങ്ങളെല്ലാവരും ഉപദ്രവിക്കുന്നതൊക്കെ അച്ചാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അതുപോലെ ഞങ്ങളെ പാതിരാത്രി അച്ഛനെ ഇറക്കി വിട്ട് കഴിയുമ്പോൾ ഞങ്ങൾ ഇതുപോലൊരു സിംഗിൾ മദറായിട്ടുള്ള അമ്പാടിയുടെ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കാം. ആ ഒരു പുള്ളിക്കാരിയുണ്ട്, അവരുടെ അമ്മയുണ്ട്, 2 മക്കളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് സിന്ധു എന്നാണ് തോന്നുന്നത് നമ്മുടെ പേര്. സിന്ധു ആണോ? സിന്ധു അമ്മയുടെ വീട്ടിലൊക്കെ പോയി കിടക്കുന്ന സമയത്ത് അടുത്ത ദിവസം രാവിലെ വരുമ്പോൾ ചോദിക്കുമായിരുന്നു, അച്ഛമ്മ ആളെ വിട്ടൊക്കെ ചോദിപ്പിക്കുമായിരുന്നു എവിടെയാണ് കിടന്നതെന്ന്. കാരണം എന്താ, അച്ഛനൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും പോകുന്ന ആ ഒരു അഭയ കേന്ദ്രവും കട്ട് ചെയ്യാമല്ലോ. അതായിരുന്നു പുള്ളിക്കാരുടെ ഉദ്ദേശമൊക്കെ. അപ്പം ഇതുപോലത്തെ സ്ഥലത്ത് മക്കളെ ഇട്ട് കൊല്ലാൻ കൊടുത്തിട്ട് രക്ഷപ്പെടാൻ നോക്കിയിട്ട് അതെന്തോ ആവട്ടെ, പുള്ളിക്കാരുടെ ആ മാനസിക സമ്മർദ്ദത്തിൽ പുള്ളിക്കാരി അവരവരുടെ കാര്യം മാത്രം നോക്കി, മനസ്സിലാക്കാം, കുഴപ്പമില്ല. പക്ഷെ അവിടെയും എന്നെ കൊണ്ടാണത് എടുപ്പിച്ചത്. ആ വിഷ സാധനം എന്നെ കൊണ്ടാണ് പുള്ളിക്കാരി ആക്സസ് ചെയ്തതെന്നുള്ളത് കൊണ്ട് ഞാൻ ശരിക്കും ഒരുപാട് നാൾ ഇതിൻ്റെ പുറത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആളുകൾ കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനമൊക്കെ ഇപ്പോഴെങ്കിലും ഞാൻ പുറത്ത് പറഞ്ഞില്ലേലുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ എന്നെ അവരടുത്ത കൊട്ടേഷനിൽ തീർത്ത് കഴിഞ്ഞാലും പുറത്ത് വരാൻ പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും പുറത്ത് വരില്ല. ഇത് ഞാൻ ആരെയും ഉപദ്രവിക്കാനോ ഒന്നിനു വേണ്ടിയിട്ട് പറഞ്ഞതല്ലേ. എൻ്റെ ഉള്ളിൽ ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് എൻ്റെ ഉള്ളിലുണ്ടാവാം. ഈ ട്രോമാസിലൂടെ കടന്നു പോയേക്കുന്നതുകൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ ഉള്ളിലുണ്ടാവാം. അപ്പം
എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇത്രയും കാലം ചെയ്തോന്നും ഒന്നുമില്ല എന്നുള്ള പെരുമാറ്റം വന്നപ്പം ഞാൻ ട്രിഗർ ആയിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ തല്ലിയിട്ടോ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അപ്പം കള്ളം പറഞ്ഞിട്ടൊരു കേസ് അനിയത്തി കൊടുക്കുന്നതും ആ കേസിന് ദൃക്സാക്ഷിയായിട്ട് അമ്മ മൊഴി കൊടുക്കുന്നതും ഒക്കെ എത്ര ശരിയാണ് എന്നുള്ളത് അവനവൻ തന്നെ ചിന്തിക്കും. ഇപ്പം എൻ്റെ അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളാരിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്കിത്ര പറയാനുള്ളൂ, എന്നെ ഈ കേസിൽ പെടുത്തി എന്നെ ഇല്ലാണ്ടാക്കുന്നിടത്തോളം കാലം എനിക്ക് അത്രയും വിഷമങ്ങളിലൂടെ പിന്നെയും കടന്നു പോകേണ്ടി വരുന്നോളം എനിക്ക് ആ ദേഷ്യവും ആ ഒരു ഗ്യാപ്പും കൂടി വരത്തേ ഉള്ളൂ. കാരണം എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് ഇപ്പോഴേ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഈ ഒളിവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സിമ്പിളാണെങ്കിലും ചെയ്യാത്ത കാര്യത്തിന് മാറി നിൽക്കേണ്ടിയൊക്കെ വരുമ്പോഴത്തേക്കും എന്തോരം അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് നല്ലോണം വ്യക്തമായിട്ട് അറിയാം. അത് അത്രത്തോളം ഒരു മോശം സിറ്റുവേഷനിലായിരുന്നു. കാരണം ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയപ്പോൾ എൻ്റെ വൈഫിൻ്റെ കാര്യം കൂടെ നോക്കണം. എന്നെ പോലീസോ കാര്യങ്ങളോ വന്ന് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ വണ്ടിയും പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വൈഫ് എന്ത് ചെയ്യും? നട റോഡിൽ അവൾ ഈ അറിയാത്ത നാട്ടിൽ അവളുടെ സേഫ്റ്റി അപ്പോൾ ആര് നോക്കും? അപ്പോൾ അവളുടെ സേഫ്റ്റിയും കൂടെ എനിക്ക് കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ എൻ്റെയും അവളുടെയും കൂടെ ജീവനും ജീവിതവും ഒക്കെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഓട്ടമായിരുന്നു. ആ ബുദ്ധിമുട്ടുകളൊന്നും പറഞ്ഞാൽ അതൊന്നും അനുഭവിക്കാത്തവർക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അത് ഈവൻ എൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കാണെങ്കിൽ പോലും മനസ്സിലാവാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങളും കൊടുത്തേക്കുന്ന കംപ്ലൈൻറ്റുകളുടെ അകത്തും എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് ആലോചിച്ചിട്ട് സ്വന്തം മകനോടാണ് ഈ ക്രൂരത കാണിക്കുന്നത്, ഈ കള്ളക്കേസ് കൊടുത്തേക്കുന്നത്, ഇങ്ങനെ പെടുത്താൻ നോക്കുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും കാലം നിങ്ങളെ പോറ്റിയവനും കൂടെയാണെന്നുള്ളത് ഈവൻ എൻ്റെ പെങ്ങൾ ഉൾപ്പെടെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കത് ഒതുക്കാൻ താല്പര്യമില്ലാത്തടത്തോളം കാലം ഞാൻ കിടന്നിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഞാൻ പറയുന്നത്. അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ലൈഫിനെ അത് ബാധിക്കത്തേ ഉള്ളൂ. അതായത് ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എൻ്റെ ഉള്ളിൽ കുഞ്ഞിലെ തൊട്ടിങ്ങനെ അനുഭവിച്ച് വരുന്നവനാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ട്രോമാസും പ്രശ്നങ്ങളും ഒക്കെയാണ് എൻ്റെ പെരുമാറ്റത്തിലും എൻ്റെ സംസാരത്തിലും എൻ്റെ ലൈഫിലും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഈവൻ എൻ്റെ വ്യൂവേഴ്സ് ഉൾപ്പെടെ അത്യാവശ്യം കുറേയൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതിനൊന്നും ഞാൻ ന്യായീകരണം പറയുമല്ല. ഇത്രയും പ്രശ്നങ്ങളിലൂടെ പോയവൻ പ്രശ്നക്കാരനല്ലാണ്ട് എങ്ങനെ ഒരു നല്ലവനാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇപ്പോഴും ഞാൻ മറ്റേ ആൻറ്റി സോഷ്യൽ എലമെൻ്റ് ആയിട്ടോ കള്ളും കഞ്ചാവും കച്ചവടം ചെയ്യുന്നതോ അല്ലെ സ്ത്രീപീഡനം നടത്തുന്നതോ ഒന്നും ഇല്ലല്ലോ. എന്നെക്കൊണ്ട് അത്രയൊക്കെ എന്നെ മാന്യനാക്കാൻ പറ്റുള്ളൂന്നേ. ഇതിനപ്പുറത്തോട്ടൊരു ഭയങ്കര പ്യൂറായിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ് ഒന്നും ആക്കി എടുക്കാനായിട്ട് എന്നെക്കൊണ്ട് മഹത് വ്യക്തിയൊന്നും ആക്കിയെടുക്കാൻ പറ്റില്ല. കാരണം ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുത്തന് എത്രയെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു പ്രതീക്ഷിക്കുന്നതിനൊരു മര്യാദ വേണ്ടേ? ഇത്രയും സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് ഒരു കുട്ടിക്കാലം പോലും ഇല്ലല്ലോ. കുട്ടിക്കാലം മാത്രമല്ല എനിക്ക് നഷ്ടപ്പെട്ടത്. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഇതുപോലും ഇല്ല, ടീനേജ് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ നമ്മൾ ഉത്തരവാദിത്തങ്ങളുടെ പുറകെയുള്ള ഓട്ടോ ആയിപ്പോയി. അപ്പം അങ്ങനെയുള്ള ഒരുത്തന് മര്യാദരാമാനാവാൻ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ കൊള്ളാം. പിന്നെ ഇനിയും എന്നെ ഉപദ്രവിക്കരുതേ എന്ന് മാത്രമാണ് അമ്മയെടുക്കലും പെങ്ങെടുക്കലും ആകെ പറയാനുള്ളത്. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പോറ്റാൻ വേണ്ടി ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പോറ്റിയതിൻ്റെത് ഇപ്പം നല്ലോണം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ആരെ ഉപദ്രവിക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. എനിക്കറിയാം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പറഞ്ഞു തീർത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ജീവിക്കാൻ പറ്റണില്ല. എനിക്ക് ഞാനായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞ് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. എന്ന് വെച്ചാൽ ഇത് പറയാൻ വേറെ ആൾക്കാരോ ഒരുപാട് നാട്ടുകാരും ഇല്ല, ഒരുപാട് മീഡിയക്കാരും ഇല്ല, ആരുമില്ല. എനിക്ക് പറയാനുള്ള സാധനം പറയാനായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിക്കണമെന്നേ ഉള്ളൂ. ഇത് പറഞ്ഞാലും ഞാൻ ഫുള്ള് ഓക്കെ ആവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം പിടിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്.